Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV Chacko Gold and Diamonds അങ്കമാലി. ആലുവയിൽ 50 ലക്ഷം രൂപ വില വരുന്ന MDMA പിടികൂടിയ സംഭവവുമായി ബന്ധപ്പെട്ട ഒരാളെ കൂടി അറസ്റ്റ് ചെയ്തു. കൊച്ചി കപ്പലണ്ടിമുക്ക് സ്വദേശി സഫീറാണ് പിടിയിലായത്. റൂറൽ SP-യുടെ പ്രത്യേക സംഘം ട്രെയിനിൽ പിന്തുടർന്ന് നിരീക്ഷിച്ചാണ് യുവതിയെ പിടികൂടിയത്. യുവതിയെ കാത്തു നിൽക്കുമ്പോഴാണ് നോർത്ത് റെയിൽവേ സ്റ്റേഷൻ ഭാഗത്ത് നിന്ന് സഫീർ പിടിയിലായത്. ഇയാളോടൊപ്പമുണ്ടെന്ന് കരുതുന്നയാൾക്കായി പോലീസ് തിരച്ചിൽ ആരംഭിച്ചു. നമ്മുടെ സ്പെഷ്യൽ ഡ്രൈവ് ഇപ്പോൾ ADGPയുടെ നിർദ്ദേശപ്രകാരം കേരളത്തിലൊട്ടാകെ സ്പെഷ്യൽ NDPSന്റെ സ്പെഷ്യൽ ഡ്രൈവ് നടന്നുകൊണ്ടിരിക്കുക. നേരത്തെ ഒരു ഘട്ടം നടന്നു, അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ സബ് ഇൻസ്പെക്ടർക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടിയത് ട്രെയിനിൽ ഒരു വനിത MDMA ആയിട്ട് വരുന്നു എന്നുള്ളൊരു ഇൻഫർമേഷൻ കിട്ടി. അതനുസരിച്ച് നമ്മുടെ സ്പെഷ്യൽ ടീം ഉൾപ്പെടെയുള്ള ആൾക്കാർ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് അടയാള വിവരം പറയുന്ന ആളെ വെയിറ്റ് ചെയ്ത് നിന്ന സമയത്താണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു വനിത കടന്നു വരുന്നതായിട്ട് കണ്ടത്. നമ്മൾ പറഞ്ഞ അടയാള വിവരമുള്ള ലേഡി ആയതുകൊണ്ട് നമ്മൾ വനിതാ പോലീസിൻ്റെ സഹായത്തോടും ഗസ്റ്റ് ഓഫീസറുടെ സഹായത്താലും വനിതാ പോലീസിനെ കൊണ്ട് സെർച്ച് ചെയ്ത സമയത്താണ് അവരുടെ ഇരുന്ന ഒരു ബിഗ് ഷോപ്പറിനകത്ത് അതിനുള്ളിൽ ഒരു വാട്ടർ ഹീറ്റർ ഉണ്ടായിരുന്നു. അതിനുള്ളിൽ നിന്നും 1 kg 1 കിലോ വരുന്ന MDMA ക്രിസ്റ്റൽ രൂപത്തിലുള്ളത് ഡിറ്റക്ട് ചെയ്തു. അതനുസരിച്ച് പ്രൊസീജിയർ കീപ്പ് ചെയ്ത് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം FIR രജിസ്റ്റർ ചെയ്ത നടപടികൾ കഴിഞ്ഞു. വിശദമായിട്ട് ചോദ്യം ചെയ്തതിനകത്ത് ഇത് ഏറ്റുവാങ്ങാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നെന്നും മനസ്സിലായി. പക്ഷേ പോലീസിൻ്റെ ഇടപെടലും ചെക്കിങ് കണ്ടപ്പോൾ അയാൾ മാറിയിരുന്നു. തുടർന്ന് പരിശോധിച്ചതിൽ നിന്ന് അദ്ദേഹത്തെ എറണാകുളം ഭാഗത്ത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളതായിട്ട് മനസ്സിലായി. അത് വെരിഫൈ ചെയ്ത് ആളെ കസ്റ്റഡിയിലെടുത്തു. വിശദമായി ചോദ്യം ചെയ്യുന്നതും അയാളെ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടുള്ളതായിട്ട് മനസ്സിലായി. അയാളുടെ അറസ്റ്റും തുടർന്നിപ്പോൾ രേഖപ്പെടുത്തുന്നുണ്ട്. അത് ഇന്നാണ് അദ്ദേഹത്തിനെ കസ്റ്റഡി എടുത്തത്. സഫീറാണ്. സഫീർ മട്ടാഞ്ചേരി സ്വദേശിയാണ്. നമ്മൾ ഇന്നലെ MDMA ആയിട്ട് കസ്റ്റഡിയിലെടുത്തത് ഷർമിൻ അക്തർ ആണ്. ബംഗാൾ സ്വദേശിയാണ്. നാളുകളായിട്ട് ഡൽഹിയിലും ബാംഗ്ലൂരുമായിട്ട് സെറ്റിൽഡാണ്. ഇതിൻ്റെ കണ്ണിയാണ്. MDMA കടത്താൻ ശ്രമിച്ചതിന് പിന്നിൽ മലയാളികൾ അടങ്ങുന്ന സംഘമാണെന്നും സൂചന ലഭിച്ചു. പിന്നെ കൂടുതൽ ഇത് കൊടുത്തുവിട്ടവരെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മുടെ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് തുടർന്നുള്ള ഇൻവെസ്റ്റിഗേഷൻ പ്രോഗ്രസീവായിട്ട് പോകുന്നുണ്ട്. കൂടുതൽ അറസ്റ്റ് വരുന്ന സമയങ്ങളുണ്ടാവും. റാക്കറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിനെക്കുറിച്ചുള്ള വിശദമായിട്ട് അന്വേഷണം നടത്തിയിട്ടേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ നിലവിൽ കിട്ടിയ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അറസ്റ്റ് വന്നതാണ്. അപ്പോൾ അതിനെ കൂടുതൽ വിശദമായി ചോദ്യം ചെയ്തതിന് ശേഷമാണ് അതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കാൻ പറ്റും. അത് ഇന്ന് പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. ബാക്കി തുടർന്നുള്ള കാര്യങ്ങൾ വരും. ഡീറ്റെയിൽസിന് ശേഷം അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഉടൻ തന്നെ ഇൻസ്പെക്ടർ ഏറ്റെടുത്തിട്ടുണ്ട്. ഇൻസ്പെക്ടറാണ് തുടർന്നുള്ള അന്വേഷണം നടത്തുന്നത്. കണ്ണൂർ സ്വദേശികളായ സംഘം ഡൽഹിയിൽ നിന്നാണ് ചുരുങ്ങിയ വിലയ്ക്ക് MDMA സംഘടിപ്പിക്കുന്നത്. MDMAയുമായി എത്തിയ യുവതി ബംഗാൾ സ്വദേശിയാണ്. ഇവർക്കെതിരെ കേരളത്തിൽ കേസുകളില്ലെങ്കിലും സമാന സ്വഭാവമുള്ള കേസുകളിൽ ഉൾപ്പെട്ടവരെ പോലീസ് നിരീക്ഷിച്ചിരുന്നതിനാലാണ് മയക്കുമരുന്നു കടത്തിനെക്കുറിച്ച് വിവരം ലഭിച്ചത്.